യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. രക്ഷകനെ നന്ദിയോടെ വാഴ്ത്തുന്നു. നന്ദിയോടെ വാഴ്ത്തുന്നു. കർത്താവേ, രാജാതിരാജാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഏകനായിരുന്ന മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമേ, ഞങ്ങൾ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിൽ ആയിരിപ്പ സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം അടിയന്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും വിടുവരുന്ന കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹബന്ധനത്തെ അറിയിക്കുന്നു. ദൈവം ഈ പ്രഭാതത്തിലും എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിനങ്ങളിൽ നാം ആയിരുന്നിടത്ത് നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതലിനായിട്ട്, ദൈവത്തിന്റെ പരിപാലനത്തിനായിട്ട് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇതുവരെയും നാം കാണാത്ത ഒരു ദിവസം കൂടെ ദൈവം ദാനമായി തന്നു, ആയുസ്സും ആരോഗ്യവും തന്ന് ദൈവം നമ്മെ നിർത്തിയ ദൈവത്തിന്റെ കൃപകൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. അങ്ങനെ ഈ പൽക്കാലം വിശ്വസിക്കാം. ഇതുവരെയും നാം കാണാത്ത ദൈവപ്രവൃത്തികൾ ഈ ദിവസവും നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം വെളിപ്പെടുത്തി തരുവാൻ മതിയായ ദൈവമത്രേ. സ്തോത്രം. അങ്ങനെ ആ ദൈവത്തിൽ പൂർണ്ണമായിട്ട് ഈ പകൽക്കാലം വിശ്വസിക്കുക, ദൈവപ്രവൃത്തികൾ കാണുക, ദൈവിക വിടുതലുകൾ കാണുക, ദൈവത്തിന്റെ കരുതലുകൾ കാണുക. സ്വർഗത്തിലെ ദൈവം നമ്മുടെ കണ്ണുകളെ ഈ പ്രഭാതത്തിൽ തുറക്കുമാറാകട്ടെ. ആമേ. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. മുമ്പിലുള്ള സാധ്യതകളെല്ലാം അവസാനിക്കുമ്പോഴും വാഗ്ദത്തം ചെയ്ത ദൈവത്തിൽ പൂർണ്ണമായി ഉറച്ച് വിശ്വസിക്കുക. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ ഹല്ലേലൂയ, വാഗ്ദത്തം കേട്ട സാഹചര്യത്തിൽ സാധ്യതകൾ ഒത്തിരി ഉണ്ടായിരുന്നു കാണുമായിരിക്കാം. ആ സാധ്യതകൾ ഉണ്ടായിരുന്നപ്പോഴായിരിക്കും ദൈവശബ്ദം കേട്ടത്. പക്ഷേ ഈ 2025 ഒടുവിൽ വന്ന് നിൽക്കുമ്പോൾ സാധ്യതകൾ ഒന്നും കാണത്തില്ലായിരിക്കാം. പ്രതീക്ഷകൾ മങ്ങി തുടങ്ങി കാണുമായിരിക്കാം. ഇനി അത് നടക്കത്തില്ലെന്ന് ലോകവും നാമും ഒരുപോലെ പറയുന്ന അനുഭവങ്ങൾ കാണുമായിരിക്കാം. മെഡിക്കൽ റിപ്പോർട്ട് പറയുന്നുണ്ടായിരിക്കാം ഇനി ഇതിനകത്തൊരു പ്രതീക്ഷ വയ്ക്കേണ്ട എന്ന്. പക്ഷേ ആ ഒരു ഘട്ടം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അതിനെ ഓവർകം ചെയ്തുകൊണ്ട് വാഗ്ദത്തം ചെയ്ത ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തും. നമ്മുടെ ദൈവം സകലതിനും ശക്തിമാനായിരിക്കുന്ന ദൈവമത്രേ. നമ്മുടെ ദൈവത്തിന് കഴിയാത്തതായിട്ടുള്ള ഒന്നുമില്ല. സ്തോത്ര. ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം കർത്താവിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. അതെ, എന്നോട് വാഗ്ദത്തം ചെയ്ത ദൈവം എന്റെ ജീവിതത്തിൽ നിവർത്തിപ്പാൻ ശക്തനെന്ന് നാം പൂർണ്ണമായിട്ട് ഉറച്ച് വിശ്വസിക്കുവാൻ തയ്യാറാകുമ്പോൾ അതിനകത്ത് പ്രിയ ദൈവമക്കളെ ഉളവാകേണ്ടത് ഉളവാകും, ഉണ്ടാകേണ്ടത് ഉണ്ടാകുവാനായിട്ട് ഇടയത്തരും, വെളിപ്പെട്ടു വരേണ്ടത് വെളിപ്പെട്ടു വരുവാനായിട്ട് ഇടയായിത്തരും. അങ്ങനെ നാം കർത്താവിൽ ഈ പകൽക്കാലം പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാൻ തയ്യാറാക്കുക. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് റോമർക്കെതിയ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് 4-20-21 വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു എന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. അങ്ങനെയൊക്കെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ചില മേഖലയ്ക്കകത്ത് ഞാൻ നിങ്ങളെ ഉറയ്ക്കുവാൻ തയ്യാറാക്കുമ്പോൾ ഉറച്ചു നിൽക്കുന്നവർക്ക് വേണ്ടി വീര്യം പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. സ്തോത്രം. ചഞ്ചലിച്ചു പോകുന്നവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കത്തില്ല, സംശയിക്കുന്നതിന് വേണ്ടി ദൈവം പ്രവർത്തിക്കില്ല. ആരാണ് ഉറച്ച് വിശ്വസിക്കുവാൻ തയ്യാറാക്കുന്നുവോ അവർക്ക് വേണ്ടിയാണ് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളെ വെളിപ്പെടുത്തുന്നത്. അവർക്ക് വേണ്ടിയാണ് ദൈവത്തിന്റെ കരത്തെ ചലിപ്പിക്കുവാനായിട്ട് ഇടയത്തിരുന്ന, അവർക്ക് വേണ്ടിയാണ് ദൈവത്തിന്റെ ശക്തിയെ മഹത്വത്തോടു കൂടി വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ വചനത്തിൽ നാം വായിക്കുന്ന ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ. അപ്പോൾ അവിശ്വാസത്താലാണ് എന്ത് ചെയ്യുന്നത്? സംശയം കടന്നു വരുന്നത്. അങ്ങനെ ഈ പ്രഭാതത്തെ പ്രിയ ദൈവമക്കളെ, നമ്മുടെ മുമ്പിലുള്ള ദൈവിക വാഗ്ദത്തത്തിനെതിരായി കടന്നു വരുന്ന ചില അവിശ്വാസങ്ങൾ ഉണ്ട്. സ്തോത്രം. ഇനി ഇത് നടക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള ചില അവിശ്വാസങ്ങൾ, ആ ഒരു അവിശ്വാസം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തെ അടുത്തൊരു തലം തുറക്കുന്ന ഒരു
സംശയം. ഹല്ലേലൂയ. അതുകൊണ്ട് യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞത് അവിശ്വസിക്കുന്നവർ എന്ത് ചെയ്യുന്നു? കടത്തിലേക്ക് കാറ്റടിച്ചുലയുന്ന കടത്തിലേക്ക് സമനെന്നാ പറഞ്ഞിരിക്കുന്നത്. അവന് ദൈവത്തിൽ നിന്ന് ഒന്നും പ്രാപിപ്പാനായിട്ട് കഴിയില്ല. അങ്ങനെയൊക്കെ ഈ പകൽക്കാലം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ചില അവിശ്വാസത്തിന്റെ വാക്കുകളെ, ചില അവിശ്വാസത്തിന്റെ പ്രവൃത്തികളെ സംശയത്തിലേക്ക് ചെന്ന് ചേരുന്നതിന് മുമ്പായിട്ട് നാം അതിനെ പൊട്ടിച്ച് കളയണം. സ്തോത്ര. നാം ഉറച്ചു വിശ്വസിക്കണം. നമ്മോട് വാഗ്ദത്തം ചെയ്ത ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനെന്ന് നാം പൂർണ്ണമായിട്ട് ഉറച്ചങ്ങ് വിശ്വസിക്കുക. സ്തോത്ര. മനുഷ്യരെന്തോ പറഞ്ഞു കൊള്ളട്ടെ, മെഡിക്കൽ റിപ്പോർട്ട് എന്തോ പറഞ്ഞു കൊള്ളട്ടെ, നമ്മുടെ കൂടെ ഇരിക്കുന്നവർ എന്തോ പറഞ്ഞു കൊള്ളട്ടെ, പക്ഷെ ആ വാക്കുകളെയൊക്കെ നാം സ്തോത്ര മാറ്റി വച്ചിട്ട് നമ്മോട് അരുളി ചെയ്തതായ ദൈവത്തിന്റെ വാക്കിൽ നാം പൂർണ്ണമായിട്ട് ഉറച്ച് വിശ്വസിക്കുവാൻ ഇടയായി തീർന്ന സംശയത്തിന് യാതൊരു തരി പോലും കൊടുക്കാതെ വണ്ണം നാം മുന്നേറുവാൻ തയ്യാറാക്കുമ്പോഴാണ് ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ചലിച്ചു തുടങ്ങുവാനായിട്ട് ഇടയായി തീരുന്നത്. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോ പ്രിയ ദൈവമക്കളെ സ്തോത്രം, ഹല്ലേലൂയ, അതിന്റെ 18-ാം അധ്യായത്തിനകത്ത് നമുക്ക് കടന്നു വരുമ്പോൾ കാണുവാൻ സാധിക്കുന്നു. അതിന്റെ 11-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എന്നാൽ അബ്രഹാമും സാറയും വയസ്സ് ചെന്ന് വൃദ്ധരായിരുന്നു, സ്ത്രീകൾക്കുള്ള പതിവും സാറയ്ക്ക് നിന്നുപോയി. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അവരുടെ മുമ്പിൽ യാതൊരു സാധ്യതയും ഇല്ലാത്ത ഒരു അനുഭവമായി തീർന്നു. അതേ സ്തോത്രം. 24 വർഷത്തിനു മുമ്പേ കേട്ടതായ ഒരു ദൈവശബ്ദമുണ്ട്, ഞാൻ നിനക്കൊരു തലമുറയെ തരുമെന്ന്. ആ ഒരു ശബ്ദം കേട്ടപ്പോ അവര് വാർദ്ധക്യത്തിലായിരുന്നില്ല, അവർക്ക് ആരോഗ്യമുണ്ടായിരുന്നു, ബലമുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിലാണ് ദൈവിക വാഗ്ദത്തം അവര് റിസീവ് ചെയ്യുവാനായിട്ട് ഇടയെത്തുന്നു. എന്നാൽ നീണ്ട 24 വർഷം കഴിഞ്ഞപ്പോ വീണ്ടും യഹോവയായ ദൈവം പറയുന്നുണ്ട്, നിനക്കൊരു മകൻ ഉണ്ടാകും എന്ന്. ആ പറയുന്ന സാഹചര്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, അബ്രഹാമും സാറയും പ്രായം ചെന്നു, വയസ്സ് ചെന്നു, വൃദ്ധരായിരുന്നു, പതിവ് തീർന്നു, പതിവുകളെല്ലാം തീർന്നു, സ്ത്രീകൾക്കുള്ള പതിവും തീർന്നു പോയി, സാറയുടെ ശരീരം നിർജീവത്വമായി എന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ആയിരിക്കുന്ന ഒരു ടൈമിലാണ് സ്തോത്ര, ഹല്ലേലൂയ, അപ്പോസ്തലനായ പൗലോസ് റോമർക്കെതിരെ ലേഖനത്തിലേക്ക് കടന്നു വന്നപ്പോ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, വിശ്വാസത്തിൽ ക്ഷീണിക്കാത്ത ഒരു തലമുറ, വിശ്വാസത്തിൽ ശക്തിപ്പെടുന്ന ഒരു തലമുറ, വിശ്വാസത്തിൽ ഉറയ്ക്കുന്ന ഒരു തലമുറ, വിശ്വാസത്തോടു കൂടി ദൈവത്തിന് മഹത്വപ്പെടുത്തുന്ന ഒരു തലമുറ. ഈ പ്രഭാതത്തിൽ പ്രിയ ദൈവമക്കളെ സ്തോത്രം, നാം വിശ്വാസത്തിൽ ശക്തിപ്പെടുന്ന ഒരു തലമുറയായി മാറണം. നാം വിശ്വാസത്തിൽ ഉറയ്ക്കുന്ന തലമുറയായി തീർന്ന, നാം വിശ്വാസത്തെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു തലമുറയായി തീരുമ്പോ നമ്മുടെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്ന ചില മേഖലകൾ മാറുവാനായിട്ട് ഇടയത്തീരുക. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ചില അസത്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്, 18-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നു, അവർ ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിച്ചു. ഈ പകൽക്കാലം മുമ്പിൽ സാധ്യതകൾ ഒന്നും ഇല്ലാതിരിക്കുമ്പോ ആശയ്ക്ക് വിരോധമായിട്ട് ഒന്ന് വിശ്വസിക്കുവാൻ തയ്യാറാക്കാമോ? സ്തോത്ര, ഹല്ലേലൂയ. ആശിക്കുവാൻ, ഇത് ലഭിക്കുമെന്നുള്ള യാതൊരു സാധ്യതയും അവരുടെ മുമ്പിലില്ല. സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണ്, പക്ഷെ അവര് ആശയ്ക്ക് വിരോധമായിട്ട് ആശിക്കുവാനായിട്ട് ഇനി നടക്കുമെന്നുള്ള യാതൊന്നും പ്രതീക്ഷയും ഇല്ലാതിരിക്കുമ്പോ അതിന് വിരോധമായി ചലിച്ചവന് വേണ്ടിയാണ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, അതേ നമ്മുടെ മുമ്പിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങളുടെ മുമ്പിൽ നിന്ന് അതിന് വിരോധമായിട്ട് ദൈവ ശബ്ദത്തിനു വേണ്ടി നാം ചലിക്കുവാനിടയായി തീരുന്നവരുടെ ജീവിതത്തിനകത്തത്രേ ദൈവപ്രവൃത്തിയെ ദൈവം വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരുന്നത്. അവിടെ കാണുവാൻ സാധിക്കുന്നു, അവൻ ഏകദേശം 100 വയസ്സുള്ളവനാക്കിയ തന്റെ ശരീരം നിർജീവമായപ്പോഴും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തെ ക്ഷീണിച്ചില്ല. അപ്പൊ അവരെല്ലാം ഗ്രഹിക്കുക, മാനസികമായിട്ട് അവർക്കെല്ലാം മനസ്സിലായിക്കൊണ്ടിരിക്കുക. കാരണം എന്താണ്? അവർക്ക് പ്രായം കഴിഞ്ഞു, വൃദ്ധരായി, പദവി തീർന്നു, ശരീരം നിർജീവത്വമായി. അവിടെ കാണുന്നു, ശരീരം നിർജീവമായി പോയി, സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം, ഇതെല്ലാം അവർ ഗ്രഹിക്കുവാൻ, അവർ മനസ്സിലാക്കുവാൻ, അവർ
തിരിച്ചറിയുവാനായിട്ട് ഇടയായി തീർന്നിട്ട് വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ഹല്ലേലൂയ. ഈ പ്രായക്കാലം പ്രിയ ദൈവമക്കളെ, എല്ലാം നമ്മുടെ മുമ്പിൽ പ്രതികൂലമായിട്ടായിരിക്കാം, എല്ലാം നമുക്ക് നെഗറ്റീവായിട്ടായിരിക്കാം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന. പക്ഷെ അതിന് നാം സ്ഥാനം കൊടുക്കാതെ, അതിന് വില കൊടുക്കാതെ വേണം. സ്തോത്രം. ഈ പ്രഭാതത്തെ ഞാൻ വിളിച്ചു പറയട്ടെ, നീ വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോകാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തുടങ്ങ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തുടങ്ങ്. ഇന്ന് പ്രഭാതത്തിൽ ചിലപ്പോൾ നീ വിശ്വാസത്തിൽ ക്ഷീണിച്ച് മടുത്തിരിക്കുന്ന വ്യക്തിയായിരിക്കാം, നിരാശപ്പെട്ടിരിക്കുന്ന അനുഭവത്തിലായിരിക്കാം. അതിനകത്ത് നീ പുറത്തു വരുവാൻ തയ്യാറാക്കുക. നീ വിശ്വാസത്തിൽ ക്ഷീണിക്കുവാനല്ല കർത്താവ് നിന്നെ വിളിച്ചത്, മറിച്ച് നിന്നെ വിശ്വാസത്തിൽ ബലപ്പെടുത്തിക്കൊണ്ട് നിനക്ക് വേണ്ടി ദൈവിക വാഗ്ദത്തങ്ങളെ നിറവേറ്റി തരുന്നതിന് വേണ്ടി എത്ര. ഹല്ലേലൂയ. അവിടെ കാണുവാൻ ശ്രദ്ധിക്കുന്നു, ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. ഈ പൽക്കാലത്തെ പ്രിയ ദൈവമക്കളെ, വിശ്വാസത്തിലൊന്ന് ശക്തിപ്പെടാമോ? ഹല്ലേലൂയ. വിശ്വാസത്തിലൊന്ന് ധൈര്യപ്പെടാൻ നിനക്ക് കഴിയുമോ? നിന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ ദൈവം മാറ്റുവാനായിട്ട് ഇടയെത്തില്ല. അത് മാത്രമല്ല, ദൈവത്തിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഈ പൽക്കാലം ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. സ്തോത്രം. ശക്തനായിട്ട് നാം വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുക. സ്തോത്രം. അടുത്തവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്, അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. ഹല്ലേലൂയ. ചില മേഖലക്കകത്ത് നിങ്ങൾ ഉറയ്ക്കേണ്ടതായിട്ടുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തി നാം ഉറച്ചു നിൽക്കണം. സ്തോത്ര. ഹല്ലേലൂയ. അവിടെയാ ദൈവപ്രവൃത്തി കാണുവാനായിട്ട് ഇടയായിത്തീരുന്നു. വചനത്തിൽ പറയുന്നുണ്ട്, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായിത്തീരും. എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും എന്റെ വഴിയിലെ കുറവുകളെ തീർക്കുകയും ചെയ്യുന്ന ദൈവം. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മുടെ ദൈവം ശക്തനെന്ന് നീ പകൽക്കാലം ഉറച്ചു വിശ്വസിക്കുക. നിന്റെ ജീവിതത്തിൽ എന്തും ചെയ്തു തരുവാൻ ദൈവത്തിന് ശക്തിയുണ്ട് എന്ന്. ഹല്ലേലൂയ. അത് ഈ മെഡിക്കൽ റിപ്പോർട്ടിന് ശക്തി ഇല്ലായിരിക്കാം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനായിട്ട്. കൂടെ ഇരിക്കുന്നവർക്ക് നിന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ തരുവാൻ ശക്തി ഇല്ലായിരിക്കാം. പക്ഷേ എന്റെ ദൈവത്തിന് ശക്തിയുണ്ട്. നമ്മുടെ ദൈവം സർവശക്തിയുള്ള ദൈവമത്രേ. ഹല്ലേലൂയ. അഖിലാണ്ടത്തിന്റെ സൃഷ്ടികർത്താവത്രേ നമ്മുടെ ദൈവം. ആകാശത്തിന്മേലും ഭൂമിയുമേലും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന ദൈവമത്രേ നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകത്തിൽ കടന്നു വരുമ്പോ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേ സ്തോത്രം. ആദ്യം എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടായപ്പോഴല്ല ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. ഒരു സാധ്യതകളും ഇല്ലാതെ കിടന്ന പാടും ശൂന്യവുമായി ഭൂമിയെ നോക്കിയാണ് ഉണ്ടാകട്ടെ എന്ന് പറയുവാനായിട്ട് ഇടയായി തീരട്ടെ. മുളച്ചു വരട്ടെ എന്ന് പറഞ്ഞത്, ഉളവാകട്ടെ എന്ന് പറഞ്ഞത്, ആ ഒരു വാക്കിന്റെ മുമ്പിൽ, ആ അധികാരത്തിന്റെ മുമ്പിൽ, അധികാരമുള്ളവൻ മുളച്ചു വരട്ടെ, ഉണ്ടാകട്ടെ, ഉളവാകട്ടെ, എന്നൊക്കെ നിറയട്ടെ എന്നൊക്കെ വാക്കുകളെ കൽപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നപ്പോ ആ കൽപ്പനയ്ക്കകത്ത് സകലതും ഉളവാകുവാനായിട്ട് ഇടയായി തീർന്നുവെക്ക്. പ്രിയ ദൈവ പൈതലേ, ഈ പ്രഭാതത്തിൽ ഞാൻ നിന്നോട് വിളിച്ചു പറയട്ടെ, നിന്റെ ജീവിതത്തെ നോക്കി ചിലത് ഉളവാകട്ടെ, ചിലത് മുളച്ചു ഉണ്ടാകട്ടെ, ചിലത് ഉളവാകട്ടെ എന്ന് പറയുമ്പോ അത് അങ്ങനെ തന്നെ സ്തോത്രം സംഭവിക്കുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവത്തിന്റെ ശക്തിയത്രേ നിന്റെ മേൽ വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. ഈ പകൽക്കാലം വിശ്വസിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് ചിലതൊക്കെ ഉളവാകാൻ പോക്കിയ, നിന്റെ ജീവിതത്തിനകത്ത് ചിലതൊക്കെ ഉണ്ടാകാൻ പോക്കിയ, അതേ സ്തോത്രം, ചില നിറവുകൾ നിന്റെ ജീവിതത്തിനകത്ത് സംഭവിക്കാൻ പോക്കിയ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അധികാരമുള്ളവന്റെ വാക്കിനെ ആർക്കും തന്നെ തടയുവാൻ കഴിയത്തില്ല. ആ ഒരു വാക്ക് നിന്നെ നോക്കി പറഞ്ഞ, മരിച്ചതിനെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന സർവശക്തനായ ദൈവം നിന്നെ നോക്കി ഇനി സാധ്യതയില്ല എന്ന് റിപ്പോർട്ട് എഴുതിത്തള്ളിയതിന്റെ നടുവിൽ, അതേ സ്തോത്രത്തിൽ നിന്റെ കയ്യിലിരിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊണ്ട് ഇനി ഒന്നും നടക്കത്തില്ല എന്ന് എഴുതിത്തള്ളിയവരുടെ നടുവിൽ നിന്നെ മാനിച്ചുയർത്തുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമത്രേ കൂടെയുള്ളത്. അതുകൊണ്ടാണ് നമുക്ക് തിരുവചനത്തിൽ കാണുന്നത്, അവരത് ഉറച്ച് അവര് ദൈവത്തിൽ ശക്തിപ്പെടുവാനായിട്ട് ഇടയായി തീർന്നപ്പോ എബ്രായ ലേഖന കർത്താവ് 11-ാം അധ്യായത്തിൽ എഴുതി ചേർക്കുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. അതേ സ്തോത്ര 11:10 കാണുവാൻ സാധിക്കുന്നുണ്ട്, വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്ന് എണ്ണുകയാ, പ്രായം കഴിഞ്ഞിട്ടോ പുത്രോത്പാദനത്തിലുള്ള ശക്തി പ്രാപിച്ചു.
നീ ഒന്ന് ശക്തിപ്പെടുവാൻ തുടങ്ങുമ്പോ പ്രിയ ദൈവമക്കളെ, നിന്റെ മുമ്പിൽ എന്താണ് സാധ്യത ഇല്ല എന്ന് പറയുന്നത്, അതിനുള്ള ശക്തി നിന്റെ മേലേക്ക് പ്രവഹിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഈ പകൽക്കാലം നീ എന്താ വിശ്വസിക്കുന്നത്, അത് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം, ഹല്ലേലൂയ. അതേ, സ്തോത്രം, ഹല്ലേലൂയ. ഈ പകൽക്കാലം അങ്ങനെ തന്നെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. സ്തോത്ര, പ്രതീക്ഷയോടെ ആ ദൈവത്തോടുള്ള ആശ്രയത്തോട് കാത്തിരിക്കുന്ന ദൈവ പൈതലെ, നീ ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. നിനക്ക് വേണ്ടി ദൈവത്തിന്റെ കരം ചലിക്കുവാനായിട്ട് ഇടയത്തിരും. നിനക്ക് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് ഇടയത്തിരും. അതേ, സ്തോത്രം. അവര് പൂർണ്ണമായി ഉറച്ചു. അവര് ദൈവം ശക്തിയുള്ളവനെന്ന് പൂർണ്ണമായിട്ട് അവിടെ വചനത്തിൽ നാം ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നത്, അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായിട്ട് ഉറച്ചു കഴിഞ്ഞപ്പോ എബ്രായ ലേഖന കർത്താവ് യേശു കർത്താവിന്റെ സഹോദരനായിരിക്കുന്ന യാക്കോബ് എഴുതി ചേർത്തു. എന്ത് ചെയ്യുന്നു? അവർ പ്രായം കഴിഞ്ഞിട്ടും, ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞു, പ്രായം കഴിഞ്ഞു, പതിവുകൾ തീർന്നു പോയി. പക്ഷെ ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ പുത്രോത്പാദനത്തുള്ള ശക്തി അവർ പ്രാപിച്ചു. ഹല്ലേലൂയ. ഈ പകൽക്കാലം നീ ചിലതിനകത്ത് ശക്തിപ്പെടാൻ തയ്യാറാക്കുന്നുവെങ്കിൽ, നീ ദൈവത്തോടുള്ള വിശ്വാസത്തിൽ ശക്തിപ്പെടുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ, നീ ഉറച്ചൊന്ന് വിശ്വസിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ, നീ ആശയ്ക്ക് വിരോധമായിട്ട് ആശയോടെ വിശ്വസിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ, നിനക്ക് അതിനുള്ള ശക്തി നിന്റെ മുമ്പിൽ നടക്കത്തില്ല എന്ന് പറയുന്ന ആ വിഷയത്തിനകത്ത് അത് ഉളവാകേണ്ടതിനായിട്ട്, അത് ഉണ്ടാകേണ്ടതിനായിട്ട്, അത് നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരേണ്ടതിന് വേണ്ടിയുള്ള ശക്തിയെ ദൈവം തമ്പുരാൻ നിന്റെ മേൽ വ്യാപരിക്കും. ഹല്ലേലൂയ. അവിടെ കാണുവാൻ സാധിക്കുന്നു, പുത്രോത്പാദനത്തിലുള്ള ശക്തി പ്രാപിച്ചു. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തെ ഈ പ്രഭാതത്തിൽ പ്രിയ ദൈവമക്കളെ അങ്ങനെ തന്നെ കർത്താവിനെ വിശ്വസിക്കുക. സ്തോത്ര. നിന്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്ന ചില മേഖലകൾ കാണുമായിരിക്കാം. ഈ 2025 നിന്റെ ചില വാഗ്ദത്തങ്ങൾ നിറവേറത്തില്ല എന്ന് പറഞ്ഞ് നെഗറ്റീവുകൾ നിന്റെ മൈൻഡിനകത്ത് കടന്നു വരുമ്പോ, അതേ സ്തോത്രം, ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ ഈ പകൽക്കാലം പൂർണ്ണമായി ഉറച്ചു വിശ്വസിക്കുക. നിന്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിപ്പാൻ ശക്തനെന്ന് പൂർണ്ണമായിട്ട് ഉറച്ചു വിശ്വസിക്കുവാൻ തയ്യാറാക്കുമ്പോ അത് നിന്റെ ജീവിതത്തിനകത്ത് പ്രാപിക്കുന്ന പകൽക്കാലമത്രേ. വാഗ്ദത്തം പ്രാപിക്കുന്ന പകൽക്കാലമത്രേ. വാഗ്ദത്തത്തെ മാറ്റിവിടുന്ന ഒരു ദൈവമല്ല. അതേ, ദൈവസന്നിധിയിൽ 1 വർഷം നീ കാത്തിരുന്നു എങ്കിൽ പ്രിയ ദൈവമക്കളെ, ദൈവത്തിലുള്ള ആശ്രയത്തിൽ കാത്തിരുന്ന ദൈവ പൈതലെ, നീ ചില പ്രാപിച്ചെഴുന്നേൽക്കുന്ന ടൈം അത്രേ. ഹല്ലേലൂയ. അതിനെതിരെ കടന്നു വരുന്ന അവിശ്വാസത്തിന്റെ കോട്ടകളെ നീ പൊട്ടിക്കുക. സ്തോത്രം. അവിശ്വാസത്തിന്റെ ദുഷ്ടഹൃദയത്തെ നിന്നിൽ നിന്ന് ഈ പകൽക്കാലം വെട്ടിക്കളയുക. സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസത്തിൽ ശക്തിപ്പെടുക. ദൈവം ശക്തനത്രേ. നമ്മുടെ ദൈവം സകലതിനും ശക്തനത്രേ. ഹല്ലേലൂയ. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, മുമ്പിലുള്ള സാധ്യതകൾ അവസാനിക്കുമ്പോഴും വാഗ്ദത്തം ചെയ്ത ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക. ദൈവം അത് നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റി തരും. ദൈവപ്രവൃത്തിയെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി തരും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അപ്പാ അങ്ങയുടെ സന്നിധിയിലേക്ക് പ്രഭാതത്തിൽ കടന്നു വരുന്നു കർത്താവേ. അപ്പാ സ്തോത്രം. സാധ്യതകളെല്ലാം അവസാനിച്ചു, ഇനി ഒന്നും നടക്കാൻ സാധ്യതയില്ല എന്ന് നിരാശപ്പെട്ടിരിക്കുന്ന അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. പരിശുദ്ധന്റെ കര അവരോടുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ ഈ ദിവസങ്ങൾ അവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ കർത്താവേ. സാധ്യതകളെല്ലാം അവസാനിക്കുമ്പോഴും കർത്താവേ, വാഗ്ദത്തം ചെയ്ത ദൈവം അത് നിവർത്തിപ്പാൻ ശക്തനെന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്ന കർത്താവേ. വിശ്വസിക്കുന്ന തന്റെ ജനത്തിന്റെ മേൽ ഈ പകൽക്കാലം ആ വാഗ്ദത്തങ്ങൾ അവർ പ്രാപിക്കട്ടെ കർത്താവേ. വാഗ്ദത്തങ്ങൾ പ്രാപിക്കുന്ന ടൈമായി തീരട്ടെ. വാഗ്ദത്തങ്ങൾ ഉളവാക്കുന്ന ടൈമായി തീരട്ടെ. വാഗ്ദത്തങ്ങൾ ഉണ്ടാക്കുന്ന ടൈമായി തീരട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തിന്റെ കരം തന്റെ ജനത്തിന് വേണ്ടി പൽക്കാലം വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം കർത്താവേ. അങ്ങോട്ട് ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിട്ട് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്ര മഹത്വം അങ്ങേക്കായി തരുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.